guys, welcome back to my YouTube channel. Idea. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു സൂപ്പർ വീഡിയോ ആണ്. എന്തായാലും 100% നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണെന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഉറപ്പ് പറയാൻ പറ്റും. ഇതെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമാണ്. കാരണം ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. എൻ്റെ തലയിൽ നോക്കി അറിയാം എത്രത്തോളം മുടിയുണ്ടെന്നുള്ളത്. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സിറം ഉപയോഗിച്ചിട്ടുണ്ടാവും, ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, പല തരത്തിലുള്ള ഹെയർ ഓയിൽസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ തേച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടാകും. ഒരു മാറ്റം നമുക്ക് ചിലപ്പം വരാം, ചിലപ്പം വരാറില്ല. 100% നമുക്ക് വരണം എന്നില്ല ഏത് കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഈ കാര്യം കൂടി എന്തായാലും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. ഇത് ഹെയർ ഫോളിന് മാത്രമല്ല, നമ്മുടെ ബോഡിക്ക് ഫുൾ, നമ്മുടെ ടെൻഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഉറക്കം ആയിക്കോട്ടെ, എല്ലാത്തിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പം എല്ലാം ഒന്ന് ക്ലിയർ ആവുമ്പം നമ്മുടെ ഹെയർ ഫോളും കുറയും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പം ഇത് വലിയവർക്കും ചെറിയവർക്കും അപ്പനും അമ്മമ്മയ്ക്കും എല്ലാവർക്കും, ആണിനും പെണ്ണിനും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങളിത് വാച്ച് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. അപ്പം നമുക്ക് സംസാരിച്ച് ടൈം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓയിൽസ് ഉപയോഗിക്കാറുണ്ടല്ലേ. ഈ ഓയിൽസ് ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ തല നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട്. ഈ മസാജ് ചെയ്യുന്നത് നമ്മൾ ഓവറായാലും പ്രശ്നമാണ്, അത് നമ്മൾ ചെയ്യുന്ന രീതി തെറ്റാണെങ്കിലും പ്രശ്നമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് തരും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓയിൽസിനെ കുറിച്ചോ ഹെയർ പാക്കിനെ കുറിച്ചോ ഒരു സിറത്തിനെ കുറിച്ചോ ഒന്നുമല്ല. നന്നായിട്ട് നമ്മുടെ തലയിൽ എവിടെയൊക്കെയാണ് മർമ്മസ്ഥാനങ്ങളുള്ളത്, ആ മർമ്മസ്ഥാനത്ത് എങ്ങനെ മസാജ് ചെയ്യണം, ഇതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കുന്നത് മാത്രമല്ല, നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ, മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ, നല്ല തലവേദന ഉണ്ടെങ്കിൽ, നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ, ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു ബെസ്റ്റ് മെഡിസിനാണ് ഈ മർമ്മം കൊണ്ട് ഉള്ള ഒരു മസാജ് എന്ന് പറയുന്നത്. കറക്റ്റ് മർമ്മസ്ഥാനം അറിഞ്ഞ് നമ്മൾ അവിടെ നല്ലൊരു മസാജ് കൊടുത്താൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ 100% എന്ന് പറയാത്തത്, പല ആൾക്കാർക്കും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ഈ മസാജിങ് കൂടി കൊടുത്ത് നമ്മൾ ആവശ്യമുള്ള മെഡിസിനും എടുത്തു കഴിഞ്ഞാൽ എല്ലാം 100% നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് മർമ്മസ്ഥാനം, എങ്ങനെ മസാജ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ഈ മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ മർമ്മം നോക്കിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കുളിക്കാൻ നേരത്ത്, ഓയിൽ ഇടാൻ നേരത്ത് നമ്മൾ തലയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട്. അത് നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, ഓവറായാൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം നമ്മൾ നന്നായിട്ട് മർമ്മം അറിഞ്ഞ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് അതുവഴി കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുമ്പം, മർമ്മസ്ഥാനം നോക്കി മസാജ് ചെയ്യുമ്പം നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. അപ്പം നമ്മുടെ സെൽസ് എല്ലാം നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അവിടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു. ഈ മർമ്മം നോക്കി ഈ മസാജ് ചെയ്യുമ്പം അകാല നര, പിന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് കുറയുന്നു, പിന്നെ നമ്മുടെ ടെൻഷൻ കുറയുന്നു, ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നു. ഇത് ചെറിയ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ബലമുള്ള മുടിയും കിട്ടും, ഈ അകാല നര പോലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതലുള്ള എല്ലാവർക്കും നരയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെ ചെയ്യണം. ഞാനന്നും ചെറുതിലെ എണ്ണ പോലും തലയിൽ തേക്കില്ല. എൻ്റെ അടുത്ത് എണ്ണ ആരോ തേക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ എണ്ണയൊന്നും തേച്ചിട്ടില്ല. എൻ്റെ ഈ കാണുന്ന മുടിയല്ല ശരിക്കുള്ള മുടി. അത് ഞാൻ എവിടെയെങ്കിലും ഞാൻ ഫോട്ടോ എടുത്തേക്കാം, എൻ്റെ ശരിക്കുള്ള മുടി. അപ്പം നമുക്ക് മുടി കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ മുടിയിൽ പല പരീക്ഷണങ്ങളും അഹങ്കാരം കൊണ്ട് കാണിക്കും. അപ്പം അത് അങ്ങനെ കാണിച്ചിട്ട് മുടി പോകുമ്പോഴാണ് നമ്മുടെ അഹങ്കാരവും മാറുന്നത്. ഇപ്പം കോഴിപ്പാല് പോലെയുള്ള കുറച്ച് മുടിയും കൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കഴിയാണ്. അതിന് പ്രതിവിധിയായിട്ട് പലതും ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് വരുന്നു എന്ന് മനസ്സിലായതിന് ശേഷം, നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കറക്റ്റായിട്ട് മർമ്മസ്ഥാനമൊക്കെ നോക്കി നമുക്ക് മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എൻ്റെ കാർക്കൂന്തലൊക്കെ ഞാൻ അഴിച്ചിട്ടെ. അപ്പം നമുക്ക് ഈ മസാജ് ചെയ്യുമ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഓയിൽ ഇട്ടിട്ടാണ് മസാജ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ മസാജ് ചെയ്യുന്നത് നല്ലതല്ല. അത് നമ്മുടെ ഹെഡിലാണെങ്കിലും
ഫേസിലാണെങ്കിലും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് മോയ്സ്ചർ പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ജെല്ലോ ക്രീമോ ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഇപ്പം നമുക്ക് നമ്മുടെ ഹെയറിൽ ഓയിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മസാജ് കൊടുക്കുന്ന സമയത്ത് ഓയിൽ എപ്പോഴും നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും, നമ്മൾ തേക്കുന്ന ഓയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അബ്സോർബ് ആവുകയും ചെയ്യും. അത് സെൽസ് നന്നായിട്ട് എക്സ്പാൻഡ് ആവാൻ കൂടി സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഹെയർ ഓയിൽ എടുക്കട്ടെ. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്ത് തുടങ്ങാം. അതിനുശേഷം നിങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ ടൈം കിട്ടുന്നതനുസരിച്ച്, ഇപ്പം എല്ലാവർക്കും ഒരുപാട് ടൈം കിട്ടണം എന്നില്ല, ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ എങ്ങനെ വേണമെങ്കിലും മസാജ് ചെയ്യാം. അപ്പം മസാജ് ചെയ്യുന്നതിന് മുന്നേ പിന്നെ നമുക്ക് ചെറിയൊരു വാമപ്പ് കൊടുക്കാം. അത് ഏത് മസാജിനാണെങ്കിലും നമ്മൾ ഏത് എക്സസൈസിനാണെങ്കിലും നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഒരു വാമപ്പ് കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇനി ഓയിൽ എന്തായാലും നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിൽ എവിടെയൊക്കെയാണ് പ്രധാന മർമ്മങ്ങളുള്ളത് ആ മർമ്മസ്ഥാനത്ത് മാത്രമേ നമ്മൾ മസാജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മർമ്മസ്ഥാനത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റിയിൽ 4 വിരൽ, വീണ്ടും 4 വിരൽ, അങ്ങനെ 12 വിരൽ ഡിസ്റ്റൻസിൽ ഇവിടെയാണ് അധിപതി മർമ്മം. അധിപതി മർമ്മം ഇവിടെയാണുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം, നമുക്ക് മസാജ് ചെയ്യാം. ഇവിടെ നമ്മൾ റൗണ്ട് സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയറിൽ ഓയിൽ ഇടുമ്പോൾ വാരിക്കോരി ഒരുപാട് ഓയിൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കാൽപ്പിലനുസരിച്ച്, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിൽ അപ്പോൾ ആ ഡ്രൈനെസ് അനുസരിച്ച് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് ഓയിലിടുക. എന്നിട്ട് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക. ഇതാണ് അധിപതി മർമ്മം. ഇനി 8 വിരൽ, നെറ്റിയിൽ നിന്നും 8 വിരൽ ഡിസ്റ്റൻസ് ഇട്ട് ഇവിടെ കാണുന്നതാണ് സീമന്തമർമ്മം. നമ്മൾ ഉച്ചിയിൽ എണ്ണയിട്, ഉച്ചിയിൽ രാസ്നാദിപ്പൊടിയിട് എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. ഉച്ചിന്ന് പല സ്ഥലത്ത് പലതും പറയും. ശരിക്കുമുള്ള പ്രയോഗം ആയുർവേദം അനുസരിച്ചിട്ടുള്ള പ്രയോഗം സീമന്തമർമ്മം എന്നാണ്. നെറ്റിയിൽ നിന്നും 8 വിരൽ കറക്റ്റ് കാണുന്നതാണ് ശരിക്കുമുള്ള ഉച്ചി അഥവാ നമ്മുടെ സീമന്തമർമ്മം. ഇവിടെ നമ്മൾ കുറച്ച് ഓയിലിടുക. ഓയിലിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചിന്തിക്കാതെ നല്ല കൂളായിട്ടിരുന്ന്, നല്ല കൂൾ മൈൻഡിലിരുന്നിട്ട് പതുക്കെ ഒരുപാട് പ്രഷർ കൊടുക്കാതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിരലുകൾ കൂട്ടിപ്പിടിച്ച് പ്രഷർ കൊടുക്കുക. ഈ സീമന്തമർമ്മം ഈ 2 ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു ജെന്റിൽ മസാജ് ഈ 2 ഭാഗത്തും ഇങ്ങനെ കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് തലവേദന ഉണ്ടെങ്കിലോ ഉറക്കക്കുറവുണ്ടെങ്കിലോ ഈ സീമന്തമർമ്മം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഈ 2 ഭാഗത്തും കൂടി ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക. ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് മുടി. നമ്മൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഹെയർ മസാജ് നമ്മൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള മെത്തേഡ് വേറൊരു രീതിയാണ്. നമ്മൾ സെൽഫായിട്ട്, ഇപ്പം നമുക്ക് എല്ലാവരും ചെയ്തു തരണം എന്നില്ല, നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സെൽഫായിട്ട് ബാക്കിൽ മസാജ് ചെയ്യുമ്പം നമ്മൾ ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിൽ കഴുത്തിൽ നിന്ന് 4 വിരലുകൾ മുകളിലോട്ട് ഒരു മർമ്മമുണ്ട്. കൃകാടിക എന്നാണ് ഈ മർമ്മത്തെ വിളിക്കുന്നത്. ഇത് ഈ 2 സൈഡിലായിട്ടാണ്, ഈ കൃകാടിക മർമ്മം എന്ന് പറയുന്നത് 2 സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്.
ഈ രണ്ട് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ആ രണ്ട് ഭാഗത്തും മസാജ് കൊടുത്ത് ആ ഭാഗത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം ഇടത്തും വലത്തും ഭാഗത്തെ മർമ്മത്തെ ബന്ധിപ്പിക്കുന്നതാണ് പിതാരി മർമ്മം. ഇപ്പം കാണിക്കുന്നില്ലേ, മസാജ് ചെയ്യുന്ന ആ ഭാഗമാണ് പിതാരി മർമ്മം. അവിടെ ഓയിലിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് പ്രസ് ചെയ്യുക, നല്ലൊരു പ്രഷർ കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം മൊത്തം നമുക്കൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ച് ഒന്ന് ഒരു പ്രഷർ പോലെ കൊടുക്കാം. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് മുകളിലേക്കും താഴേക്കും നന്നായിട്ടൊരു പ്രഷർ കൊടുക്കാം. ഇനി അവിടെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഈ എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ചെറിയ കുഴി പോലെ കാണും. ഇതിനെയാണ് ശംഖമർമ്മം എന്ന് പറയുന്നത്. ഈ മർമ്മത്തിലേക്ക് നമ്മൾ വിരലുകൾ ഉപയോഗിച്ച് ഇവിടെ ചെറിയൊരു കുഴി പോലെ നമുക്കത് നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ ഫീൽ ആവും. ഇവിടെ നിന്നും ചെവിയിലോട്ടേക്ക് പോകുന്ന ഈ ഭാഗത്തേക്ക് ഒരു മർമ്മമുണ്ട്, അതാണ് ശംഖമർമ്മം. അവിടെ നമ്മൾ ചെറുതായിട്ട് റൗണ്ടിൽ നമ്മളൊന്ന് ചെറിയ മസാജ് കൊടുക്കുക. ഇവിടെ മസാജ് ചെയ്തതിന് ശേഷം ഇവിടെ വിരൽ വെച്ച് ഇവിടുന്ന് 3 വിരലുകൾ ഡിസ്റ്റൻസ്. അപ്പം നമുക്കിവിടെ തൊടുമ്പം തന്നെ അറിയാൻ പറ്റും, ഇവിടെ ചെറിയൊരു താഴ്ച, ഒരു കുഴി പോലെ നമുക്ക് ഫീൽ ആവും. അതാണ് ഉക്ഷേപമർമ്മം. അവിടെ നമ്മൾ നന്നായിട്ട് വിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യാം. ഇത് രണ്ടും ഇങ്ങനെ വെച്ച് 2 കൈയും 2 സൈഡും നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. നല്ല കൂളായിട്ടിരുന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്തിരുന്ന് മസാജ് ചെയ്താലുണ്ടല്ലോ നല്ല ഉറക്കം നമുക്ക് ഫീൽ ആവും. മസാജ് ചെയ്തതിന് ശേഷം ആ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ ചെറിയൊരു പ്രഷർ വിരലുകൾ കൊണ്ട് കൊടുക്കുക. ചെറുതായിട്ട് നമുക്ക് ആ പ്രഷർ നമുക്ക് മനസ്സിലാവുമല്ലോ, ഓവർ ആവാതെ ഒരു പ്രഷർ ആ ഭാഗത്തേക്ക് കൊടുക്കുക. ഇവിടെ പ്രഷർ കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ നടുക്ക് നമ്മൾ പൊട്ടുകുത്തുന്ന ഈ ഭാഗത്ത്, ഇതാണ് സ്ഥാപനീ മർമ്മം. അതിന് സ്ഥാപനീ മർമ്മം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രഷർ കൊടുക്കുക. ഈ പുരികത്തിൻ്റെ ഈ 2 ഭാഗത്തും ഈ മിഡിൽ പോർഷനാണ് ഇവിടെയുള്ള മർമ്മത്തെ ആവർത്ത മർമ്മം എന്നാണ് പറയുന്നത്. ഈ മർമ്മത്തിലും നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇനി നമ്മൾ താടിയുടെ സെൻറ്ററിൽ നിന്നും ഇവിടെ നിന്നും ഈ 2 ഭാഗത്തേക്കും ഇങ്ങനെ മസാജ് കൊടുത്ത് കഴുത്തിൻ്റെ ബാക്കിൽ ഈ ഭാഗത്ത് കാണുന്നുണ്ടോ, കഴുത്തിൻ്റെ ബാക്കിൽ ഈ ഭാഗത്ത് ഒരു ചെറിയ മസാജ് കൊടുക്കുക. ഈ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫുൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കാനുള്ള ഒരു മസാജിങ് ആണ്. അതുപോലെ തന്നെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മസാജിങ് ആണിത്. നമ്മുടെ താടിയുടെ ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇവിടുന്ന് ചെവിയുടെ മുകളിലൂടെ മസാജ് ചെയ്ത് കഴുത്തിൻ്റെ ഈ താഴ്ഭാഗം ഇവിടെ മസാജ് കൊടുത്ത് ഒരു ചെറിയ പ്രഷർ ഇങ്ങനെ കൊടുക്കുക. ഇനി ചെവിയുടെ ബാക്ക് ഭാഗത്ത് ഇവിടെ
നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് എണ്ണയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ എണ്ണയിട്ട് മസാജ് ചെയ്ത് തരാറുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഈ ചെവിയുടെ ബാക്കിൽ ഇവിടെയല്ല, ഇവിടുന്ന് ഈ ഭാഗത്ത്. ഇതാണ് വിദൂര മർമ്മം. ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ്. നമ്മുടെ റിങ്കിൾസൊക്കെ മാറാനുള്ള കുറച്ച് മർമ്മസ്ഥാനങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തു പറയാം. ഈ ഭാഗത്തേക്ക് നല്ലൊരു മസാജ് കൊടുക്കുക. നല്ല ഉറക്കം കിട്ടുന്നതിന് ഏറ്റവും ബെസ്റ്റ് മസാജാണ് ഈ വിദൂര മർമ്മം മസാജ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഒരുപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെഡ് മുഴുവൻ നല്ലൊരു പ്രഷർ കൊടുത്ത് മൊത്തത്തിലൊരു മസാജ് കൊടുക്കുക. ആരെങ്കിലും ഞാൻ ചെയ്തു തരുവാണെങ്കിൽ എന്ത് സുഖം. ഇത് നമുക്ക് സെൽഫായിട്ട് ചെയ്യാനുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് മൊത്തത്തിലൊരു പ്രഷർ കൊടുക്കുക. നമ്മുടെ മസാജ് കഴിഞ്ഞു. ഏറ്റവും നല്ല മസാജിങ് ആണിത്. മർമ്മസ്ഥാനത്താണ് നമ്മൾ മസാജ് ചെയ്തതെല്ലാം. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് വളരാൻ സഹായിക്കുന്നു, നമ്മുടെ ബോഡിയിലെ ഫുൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നു, നമുക്കുള്ള ടെൻഷൻ മാറ്റാൻ സഹായിക്കുന്നു. ഇപ്പം നന്നായിട്ട് ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന പോലെ ഈ മസാജിങ് ചെയ്യുന്നത് നല്ലൊരു ടെൻഷൻ ഫ്രീ ആണ്. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബോഡിയിൽ ഫുൾ അത് മനസ്സിലാവും. നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ടിരുന്ന് ചെയ്യുക. അതുപോലെ ഉറക്കക്കുറവുള്ളവർക്ക് ഈ ഒരു മസാജിങ് രീതി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ഉറക്കം കിട്ടാൻ സഹായിക്കും. സൈനസൈറ്റീസ് ഉള്ളവർക്ക്, മൈഗ്രെയിൻ ഉള്ളവർക്ക്, നന്നായിട്ട് തലവേദന ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു മസാജിങ് മെത്തേഡാണ്. നമ്മൾ മർമ്മസ്ഥാനത്താണ് മസാജ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ കറക്റ്റ് മർമ്മസ്ഥാനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അവിടെ മസാജ് ചെയ്യുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മസാജ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ്, ബാക്കി നമ്മുടെ ഫുഡിലൊക്കെയാണ് ബാക്കിയുള്ള കാര്യം. നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല, എല്ലാവർക്കും, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല പ്രായമായവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് മർമ്മ മസാജാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിത് യൂസ് ചെയ്യാന്നല്ല, നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തുക. ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.